നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2030 വേൾഡ് കപ്പിന് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കിയിരിക്കുകയാണ് അർജൻറ്റീനയും പോർച്ചുഗലും. യെസ്, അടുത്ത വേൾഡ് കപ്പ് പക്ഷേ 2026 വേൾഡ് കപ്പാണ്. അതിനുള്ള യോഗ്യത ഇപ്പോഴും ഉറപ്പായിട്ടില്ല. അർജൻറ്റീന അതിൻ്റെ യോഗ്യതയുടെ തൊട്ടരികിലാണ്. യൂറോപ്പിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ആരംഭിക്കാത്തത് കൊണ്ട് പോർച്ചുഗലിൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാനും പറ്റില്ല. പക്ഷേ അതിനുശേഷമുള്ള വേൾഡ് കപ്പിൻ്റെ യോഗ്യത അർജൻറ്റീനയും പോർച്ചുഗലും മാത്രമല്ല, മറ്റ് 4 ടീമുകളും ഇപ്പോഴേ ഉറപ്പാക്കി കഴിഞ്ഞു. അതെങ്ങനെ എന്നുള്ളത് ഒരു പക്ഷേ ഇന്നലെ ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദികൾ പ്രഖ്യാപിച്ചപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. സാധാരണ വേൾഡ് കപ്പ് ഒരു രാജ്യത്ത് വെച്ച് നടക്കും. ഇനിയിപ്പോൾ 48 ടീമുകളുള്ള ബൃഹത്തായ വേൾഡ് കപ്പ് വരുമ്പോൾ അടുത്ത വേൾഡ് കപ്പ് USA-യിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുക. 3 രാജ്യങ്ങളും വേൾഡ് കപ്പ് കളിക്കും. അപ്പോൾ ഹോസ്റ്റുമാർക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. അത് ഹോസ്റ്റുമാരുടെ എണ്ണം കൂടിയ അത്രയും ഹോസ്റ്റുമാർക്കും ക്വാളിഫിക്കേഷൻ കൊടുക്കും എന്നർത്ഥം. അപ്പോൾ 2030 വേൾഡ് കപ്പ് 6 രാജ്യങ്ങളിലായിട്ടാണ് നടത്തുന്നത്. ഉറുഗ്വായി, അർജൻറ്റീന, പരാഗ്വേ, മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ. പക്ഷേ ഇതിൽ ഉറുഗ്വായി, അർജൻറ്റീന, പരാഗ്വേ എന്നീ രാജ്യങ്ങളിൽ ഓപ്പണിംഗ് മാച്ചസ് മാത്രമാണ് ഉണ്ടാവുക. തുടക്കത്തിലെ മത്സരങ്ങൾ അവർ യഥാർത്ഥത്തിൽ സെൻറ്റിനറി ഹോസ്റ്റുമാർ എന്ന രൂപത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടവരാണ്. അതായത് 100ാം വാർഷികമാണ് വേൾഡ് കപ്പ് തുടങ്ങിയിട്ട്. 100ാം വാർഷികം വേൾഡ് കപ്പിൻ്റെ ആദ്യത്തെ വേൾഡ് കപ്പ് നടന്നത് ലാറ്റിൻ അമേരിക്കയിലാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്നുള്ള രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അവർക്ക് 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹോസ്റ്റ് സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ആ ഹോസ്റ്റുകളെ ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അവർ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓൾ ഹോസ്റ്റ് കൺട്രീസ് വിൽ ഓട്ടോമാറ്റിക്കലി ക്വാളിഫൈ എന്നാണ് റൂള്. സോ ഉറുഗ്വായി, അർജൻറ്റീന, പരാഗ്വേ ടീമുകൾ ഓട്ടോമാറ്റിക്കലി 2030 വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. പിന്നെ 3 രാജ്യങ്ങൾ, യൂറോപ്പിലെ 3 രാജ്യങ്ങളല്ല, യൂറോപ്പിലെ 2 രാജ്യങ്ങളും ആഫ്രിക്കയിലെ 1 രാജ്യവും. 3 പക്ഷേ അയൽ രാജ്യങ്ങളാണ്. മൊറോക്കോ ആഫ്രിക്കയിലാണെങ്കിലും നമുക്കറിയാമല്ലോ സ്പെയിനിൻ്റെ ഒക്കെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അപ്പോൾ ആ രാജ്യങ്ങൾ മൊറോക്കോയും സ്പെയിനും പോർച്ചുഗലും ഒരുമിച്ചാണ് അടുത്ത വേൾഡ് കപ്പിലെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ, 2030 വേൾഡ് കപ്പിലെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടത്താൻ പോകുന്നത്. സോ ഈ 6 രാജ്യങ്ങൾ ഉറുഗ്വായി, അർജൻറ്റീന, പരാഗ്വേ, മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ രാജ്യങ്ങൾ 2030 വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. 2034 വേൾഡ് കപ്പ് പക്ഷേ സൗദി അറേബ്യയിൽ മാത്രമാണ് നടക്കുക. അവർക്ക് ആ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പായിട്ടുണ്ട് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.